എല്ലാവർക്കും കേളി മീഡിയയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് അമർത്തിയേക്കുക. അപ്പോൾ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയായിരിക്കും. അപ്പോൾ നമ്മുടെ കുടുംബശ്രീ ശാരദ സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ? ഇന്നത്തെ എപ്പിസോഡ് എല്ലാവരും കണ്ടോ? എങ്കിലും ഞാൻ ചെറിയ രീതിയിൽ പറഞ്ഞു പോകാം. നമ്മുടെ ശാലിനി ശാരദ ടീച്ചറോട് മത്സരിക്കാൻ ആവശ്യപ്പെടുകയാണ്. അതിൻ്റെ കാരണവും അവൾ പറയുകയാണ്. കാരണം സത്യഭാമ വിഷ്ണുവിനെ സ്വന്തം മകനായിട്ട് കാണുന്നില്ല, അതുപോലെ ഒരു കാര്യങ്ങളും അറിയിക്കത്തുമില്ല. ഞാനും അവരുടെ മകളല്ലേ, എൻ്റെ അച്ഛനല്ലേ അസുഖം, അപ്പം ഞാനും സഹായിക്കേണ്ടതല്ലേ, എന്നിട്ട് ഞങ്ങളുടെ അടുത്ത് ഒന്നും പറയുന്നില്ല. അതുകൊണ്ട് ശാരദ ടീച്ചർ മത്സരിക്കണമെന്ന് തന്നെ കടുപ്പിച്ച് പറയുകയാണ്. അങ്ങനെ ശാരദ ടീച്ചർ അത് സമ്മതിക്കുകയാണ്. പിന്നീട് നമ്മുടെ നൂറ് സത്യഭാമയുടെ അടുത്ത് വന്നിട്ട് ആരൊക്കെയാണ് മത്സരിക്കുന്ന കാര്യം അറിയിക്കുന്നു. അതിൽ ശാരദ ടീച്ചറുണ്ട്, സുസ്മിതയുണ്ടെന്നൊക്കെ പറയുന്നു. അപ്പം നമ്മുടെ രാഘവൻ നായർ പറയുന്നുണ്ട്, ഇനിയൊന്നും നോക്കണ്ട, ശാരദ ടീച്ചർ തന്നെ വിജയിക്കും എന്ന് പറയുകയാണ്. പിന്നീട് നമ്മുടെ വിഷ്ണു ലോണിൻ്റെ ആവശ്യത്തിനായി ബാങ്കിൽ ചെല്ലുന്ന സമയത്ത് ബാങ്കിലെ മാനേജർ നമ്മുടെ ശാലിനിയെ വിളിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നു. അപ്പോൾ ശാലിനി എല്ലാം ഓക്കെ പറയുകയാണ്. അങ്ങനെ ലോൺ കൊടുക്കാമെന്ന് സമ്മതിക്കുകയാണ്. അപ്പം ശാലിനി സ്വന്തം മനസ്സിൽ പറയുകയാണ്, ഞാൻ എത്രയധികം ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിഷ്ണു മനസ്സിലാക്കുന്നില്ല. വിഷ്ണുവിന് ഇപ്പോഴും കോംപ്ലക്സ് ആണ്, എന്നോടൊരു കാര്യവും പറയുന്നില്ല, എല്ലാത്തിനേക്കാളും ഇവരെ എനിക്ക് വിഷ്ണുവേട്ടൻ തന്നെയാണ് വലുത് എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ സ്വയം പറയുകയാണ്. പിന്നീട് നമ്മുടെ രോഹിത്തിൻ്റെ അവിടെ ആണെങ്കിൽ നമ്മുടെ ശ്യാമയും മോളും കൂടെ ഇങ്ങനെ ഡാൻസ് കളിക്കുന്ന സമയത്ത് രോഹിത് അങ്ങോട്ട് കയറി വന്നിട്ട് ശ്യാമയായിട്ട് വഴക്കിടുന്നു. ശ്യാമയെ കഴുത്തിന് കുത്തിപ്പിടിക്കുന്നു. അപ്പോൾ ചന്ദ്രബോസ് ഇത് കണ്ടുകൊണ്ട് വരുന്നു. ചന്ദ്രബോസ് പറയുന്നു നിർത്തടാന്ന് പറയുന്നു. അങ്ങനെ മോളും ശ്യാമയെ അങ്ങോട്ട് മാറിപ്പോകുന്ന സമയത്ത് ചന്ദ്രബോസ് പറയും ശാലിനി അധികാരത്തിൽ കയറിയിട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പം നമ്മുടെ രോഹിത് ഒന്ന് ഞെട്ടുന്നുണ്ട്. എന്നിട്ട് പറയുന്നത്, ഇവിടുത്തെ സാധനങ്ങളെല്ലാം എത്രയും പെട്ടെന്ന് മാറ്റണം, ഇല്ലെങ്കിൽ പണിയാവും, ചെറിയൊരിതിന് വേണ്ടി അകത്ത് പോയി കിടക്കേണ്ടി വരും എന്നുള്ള കാര്യങ്ങളൊക്കെ രോഹിതിനെ അറിയിക്കുന്നു. അതുപോലെ എത്രയും പെട്ടെന്ന് സാധനങ്ങളെല്ലാം ഇവിടുന്ന് മാറ്റാൻ വേണ്ടി ഓർഡർ ഇടുകയാണ്. അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഉണ്ടായിരുന്ന ഭാഗങ്ങൾ. നാളത്തെ എപ്പിസോഡിൽ എന്ന് പറയുന്നത് നമ്മുടെ നൂറ് ഇങ്ങനെ കോളേജിൽ പോകാൻ വേണ്ടി ഒരു വഴിയിൽ നിൽക്കുകയാണ്. വഴിയിൽ നിൽക്കുന്ന സമയത്ത് നൂറിനെ കെട്ടാൻ പോകുന്ന പയ്യൻ ഇങ്ങനെ വരികയാണ്. കുറേ ഫ്രണ്ട്സുമായിട്ട് വരുന്നു. അങ്ങനെ നൂറിനെ കണ്ടുകൊണ്ട് നിർത്തുന്നു. അപ്പോൾ നൂറിനോട് പറയുന്നു, നീ എന്താ വണ്ടി എടുത്തില്ലേന്ന് ചോദിക്കുന്നത്. അപ്പോൾ പറയും ചെറിയൊരു സ്റ്റാർട്ടിങ് ട്രബിൾ എന്ന് പറയുന്നു. അങ്ങനെ നൂറ് പറയും, ഇക്കാക്ക പൊക്കോ, ഞാൻ വരുന്നില്ല, ഞാൻ ബസ്സിന് പൊക്കോളാന്ന് പറയുക. അതെന്താ, ഞാൻ പറഞ്ഞത് നിനക്ക് അനുസരിക്കാൻ പാടില്ല എന്നൊക്കെ ചോദിക്കുക. അങ്ങനെ ദേഷ്യപ്പെടുകയാണ്. ദേഷ്യപ്പെടുന്ന സമയത്ത് നമ്മുടെ നൂറ് ഇങ്ങനെ വണ്ടിയുടെ അകത്തേക്ക് ഇരിക്കുന്ന സമയത്ത് ഒരു ബൈക്കിൽ ഒരാൾ വരികയാണ്. അത് എനിക്ക് തോന്നുന്നത് നൂറുമായിട്ട് സ്നേഹബന്ധത്തിലുള്ളവരാണ്, നൂറിനെ പ്രണയിക്കുന്ന ഒരാളാണെന്ന് തോന്നുന്നു. കാരണം ആ പയ്യൻ വന്നിട്ട് നൂറിനോട് ഇറങ്ങി വരാൻ പറയും. നൂറ് ഇറങ്ങി വരാൻ പറയും. അപ്പോൾ പിന്നീട് അവിടെ അടിയാണ്. ഈ നൂറിനെ കെട്ടാൻ പോകുന്ന മറ്റേ പയ്യൻ ഈ വന്ന പയ്യനെ അടിച്ച് താഴെ ഇടുന്നൊക്കെയുണ്ട്. അപ്പോൾ നൂറിന് എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ്. ആ സമയത്താണ് നമ്മുടെ കളക്ടർ കാർ ഇങ്ങനെ വരുന്നത്. കാറ് വരുന്ന സമയത്ത് ഈ പയ്യൻ പോയി ആ കാറിൻ്റെ മുകളിലേക്കാണ് വീഴുന്നത്. അപ്പോൾ ശാലിനി വണ്ടിയിൽ നിന്ന് ഇറങ്ങും. ഇതെന്താ ഇവിടെ നടക്കുന്നതെന്ന് ചോദിക്കാം. പെട്ടെന്നാണ് ശാലിനി ആ പയ്യനെ നോക്കുന്നത്. നീ എന്താ ഇവിടെ എന്ന് ചോദിക്കും. അപ്പം മറ്റേ അയാളോട് പറയും, ഞാൻ ജില്ലാ കളക്ടർ ശാലിനിയാണെന്ന് പറയും. ഇതെൻ്റെ അനിയനാണെന്ന് പറയും. അങ്ങനെ അവിടെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നു. അപ്പോൾ അന്നേരം മനസ്സിലാവുന്നു നമ്മുടെ നൂറിന് മറ്റേ പയ്യനെ ഇഷ്ടമല്ല, ഇവനെയാണ് ഇഷ്ടമുള്ളതെന്നൊക്കെ മനസ്സിലാക്കി അങ്ങനെ പോകുന്ന ഒരു എപ്പിസോഡാണ് നാളത്തെ എപ്പിസോഡ്. അപ്പോൾ നാളത്തെ എപ്പിസോഡിന് എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ, താങ്ക് യു.